ഓൺലൈനായിട്ട് ജോലി അന്വേഷിക്കുന്നവർ ഫേക്ക് ജോബ് സ്കാമിൽ വീഴാതെ നോക്കുക. ഞാൻ എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ കഴിയുന്നതും എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ സാധാരണ ഓൺലൈനായിട്ട് ജോബ് സെർച്ച് ചെയ്യുന്നത് ലിങ്ക്ഡ്ഇൻ, ഇൻഡീഡ് ഇതുപോലുള്ള സൈറ്റുകളിലാണല്ലേ. പക്ഷേ ഈ സൈറ്റുകളിൽ ഇപ്പോൾ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ജോബ് ലിസ്റ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സീറോ എക്സ്പീരിയൻസ് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് കുറേ ജോബ് ലിസ്റ്റിംഗ് ഇപ്പോൾ ലിങ്ക്ഡിനിൽ നമുക്ക് കാണാൻ പറ്റും. നോക്കിയും കണ്ടും നല്ലപോലെ റിസർച്ച് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ലിങ്ക്ഡിൻ പോലുള്ള സൈറ്റുകളിൽ ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഒരു കമ്പനി പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു കമ്പനി പ്രൊഫൈൽ വെച്ചിട്ട് ഒരു ജോബ് ലിസ്റ്റിംഗ്, ഫേക്ക് ആയിട്ടുള്ള ഒരു ജോബ് ലിസ്റ്റിംഗ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ ജോബ് പോസ്റ്റിങ്ങിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സി വി വെച്ചിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഈ സി വിക്കകത്ത് നമ്മുടെ ഒരുപാട് പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ടാവും. നമ്മുടെ ഫോൺ നമ്പർ ഉണ്ടാവും, ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ടാവും. ഈ പേഴ്സണൽ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളെ പല രീതിയിൽ ഹാക്ക് ചെയ്യാൻ, നമ്മളെ വേറൊരാൾക്ക് ഇമ്പേഴ്സണേറ്റ് ചെയ്യാനും പറ്റും. അതും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റെസ്യൂമെ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റെസ്യൂമെ മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ ഫീസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്ന് ഒരു വലിയൊരു എമൗണ്ട് വാങ്ങിക്കും. ഒരു കമ്പനിയും ഡയറക്റ്റ് ഹയറിംഗ് ആണെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു പൈസയും വാങ്ങിക്കത്തില്ല. കഴിയുന്നതും കമ്പനിയുടെ ഒഫീഷ്യൽ പേജിൽ പോയി നോക്കുകയാണെങ്കിൽ അതിനകത്ത് കരിയർ എന്ന് പറഞ്ഞിട്ടൊരു പേജ് കാണും. ആ ഒരു പേജിനകത്ത് ഈ പറഞ്ഞ ജോബ് ലിസ്റ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമ്പനിയുടെ വെബ്സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ സെലക്ട് ചെയ്തെന്നും പറഞ്ഞ് മെസ്സേജ് വരികയാണെങ്കിൽ തന്നെ ഒഫീഷ്യൽ മീഡിയംസ് വഴി മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്പനിയുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ആണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ടെലിഫോണിക് ഇൻ്റർവ്യൂ ആണെങ്കിൽ കമ്പനിയുടെ ടെലിഫോൺ നമ്പർ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻ മിസ്സാവാതിരിക്കാൻ നമ്മൾ ഫോളോ ചെയ്യാനും മറക്കണ്ട.